പോയിട്ട് വരട്ടെ. പൊയ്ക്കോ, പോയി രക്ഷപ്പെടാൻ. പക്ഷേ മടങ്ങരുത്. ഇവിടേക്കെന്നല്ല, ഒരു ജയിലിലേക്കും. അങ്കിളുടെ നാവ് ഫലിക്കട്ടെ. എന്റെ മറന്നിട്ടില്ല. മാഗി ആന്റിയെ കാണും, സുഖമാണെന്ന് പറയും. എന്റെ മോള് ജൂലി എന്റെ ശത്രുവല്ല, സഹായിക്കുകയുള്ളൂ ഞാൻ. അവൾ എതിർത്താലും അവൾ അറിയാതെ. വാക്ക് പറഞ്ഞ വാക്ക ഇപ്പൊ വിശ്വാസായില്ലേ? ഞാൻ എന്നെ വിശ്വസിച്ചു കഴിഞ്ഞു ബാവ. കേട്ടോടാ, എത്ര കൊല്ലം സേവനം ചെയ്തു എന്നതിലല്ല കാര്യം, വിശ്വാസം. അതാ. വാ. ഇത് ബാവയുടെ ഒരു കൊച്ചു വാശിയാ. കോടതി വാദിച്ചാൽ മാത്രം പോരാ, നിന്നെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. കണ്ടില്ലേ, നന്ദിയുണ്ട്. ഈ സഹായം എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കും. ഐ മീൻ, എന്റെ ഈ ക്ഷമാശീലം ഞാൻ മറക്കില്ല. എനിക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? ഇപ്പോഴും അത്ഭുതം. ഓക്കെ, നൗ ഓൺവേർഡ്സ് വി ആർ ഫ്രണ്ട്സ്. താങ്ക് യു സർ.
എത്രയാ ബില്ല്? 44 രൂപ. ആ. എന്താ ബാക്കി? ഞാൻ വഴിയിൽ ഇറങ്ങി നടന്ന് വെള്ളം അടിക്കും, ചിലപ്പോ തല്ലുണ്ടാക്കിയെന്നിരിക്കും. ഇതൊന്നും വാച്ച് ചെയ്യലല്ല നിന്റെ പണി. ആർക്കാ നീ ഫോൺ ചെയ്തത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യെസ്, ദിസ് ഈസ് അവർ ബിസിനസ്. മനസ്സിലായി. അധോലോകം ആരെയും വിശ്വസിക്കാറില്ല, പെറ്റ തള്ളയെ പോലും. പാളയത്തിൽ നിന്ന് ഒരൊറ്റുണ്ടായാൽ തകരും. ബാവ തകർന്നാൽ തകരുന്നത് നീ ഞാനും ബാവയും മാത്രമല്ല, ഇത് നമ്പി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, മുലകൂടി മാറാത്ത കുഞ്ഞുങ്ങൾ വരെ. ഒന്നോർത്തോ, അഭയം തന്ന ബാവയെ ചതിക്കില്ല ഞാൻ. പക്ഷെ എന്റെ പേഴ്സണൽ ഫ്രീഡം ഞാൻ ഒരുത്തനും അടിയറവ് വെച്ചിട്ടില്ല, ബാവയ്ക്ക് പോലും. എന്റെ ചോദ്യത്തിന് ഉത്തരമായില്ല. ആർക്കാ നീ ഫോൺ ചെയ്തത്? How dare you question me? അതെടാ, 10ാം വയസ്സിൽ ബാവയുടെ കൂടെ വന്ന് ചേർന്നവനാ ഞാൻ. കാര്യം കാണാൻ ഇന്നലെ വന്ന് നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. എന്താ എന്താ മക്കളെ ഇത്? എന്താ നിങ്ങൾ തമ്മില്? ചോദിക്കണം അവനോട്. ഞാനിവനെ ഫോളോ ചെയ്തതാ. എന്തിന് എന്തിന് നീ എന്നെ ഫോളോ ചെയ്യണം? അത് ബാവ പറഞ്ഞിട്ടാ. ആ, ഞാനാ പറഞ്ഞത്. എന്തിനാ എന്തിനാ ഉള്ളം മേലെന്നുണ്ടാ എന്റെ ഹരിമോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? മാർബിളി ചവിട്ടി കിടന്ന കാലുറക്കില്ല, പട്ടുമത്തെ കിടന്ന ഉറക്കം വരാണ്ട് പ്രാഞ്ചും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. ഞാനിതൊക്കെ അനുഭവിച്ചോനാ. ഇറങ്ങി നടക്കുമ്പോ ശത്രുക്കൾ മുഴുത്തവന്മാരാ. എന്റെ കുഞ്ഞിന്റെ ദേഹത്തൊരു പൊടി പോലും വീഴരുത്. അതിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് മോൻ അറിയാണ്ട് തുണ പോകാനല്ലേ പറഞ്ഞുള്ളൂ? തല്ലാൻ പറഞ്ഞോ? വേണ്ട ബാവ, തെറ്റെന്റേതാ. ഞാൻ ആദ്യം തല്ലിയത്. ബാവ അയച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം മോനെ.
അയച്ചത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. റൂമിൽ ഫോൺ ഉണ്ടായിരുന്നല്ലോ. STD-യോ ലോക്കൽ ISD-യോ എന്ത് വേണമെങ്കിലും. ഉറക്കം വരാതെ നടന്നപ്പോ ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടു. പഴയൊരു സുഹൃത്തിനെ വിളിക്കണമെന്ന് തോന്നി, വിളിച്ചു. അത്രേ ഉള്ളൂ. ഖാദർ, ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. അടി ഇത്തിരി കടുത്തു പോയല്ലേ മോന്? നൊന്തോ? അവൻ ഡയൽ ചെയ്തത് STD-യോ ലോക്കലോ? STD തന്നെ. എന്താ ഇത്ര നിശ്ചയം? ഇവിടെ ലോക്കൽ നമ്പറിന് 7 ഡിജിറ്റ്സേ ഉള്ളൂ. 10 നമ്പർ അവൻ ഡയൽ ചെയ്യുന്നത് കൊണ്ട് 2 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു. ഉം.